LED സെൻറ്ററിൽ നിന്ന് സുധിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു P4ൻ്റെ ചെറിയ വീഡിയോ വാൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ കാണുന്ന വീഡിയോ വാൾ ഒരു ബസ്സിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സലാം ഓഡിയോസ് ആണ് ഈ ഒരു വർക്കിന് ഓർഡർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് അവരുടെ പുതിയ ബസ് വർക്കിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ബസ്സിലെ DJയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഡിസ്പ്ലേ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ ഇതിനകത്തുള്ള കമ്പോണൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, കണക്ഷൻസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പാർട്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് P4ൻ്റെ ഒരു LED മൊഡ്യൂള്. ഈ P4ൻ്റെ LED മൊഡ്യൂളിൻ്റെ വിഡ്ത്ത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 32 സെൻറ്റിയും ഈ ഒരു ഉയരം എന്ന് പറയുന്നത് 16 സെൻറ്റിയുമാണ്. ഉയരത്തിൽ നമുക്ക് 40 LEDയും നീളത്തിൽ നമുക്ക് 80 LEDയുമാണുള്ളത്. ആകെ 3200 LED ആണ് ഈ ഒരു പാനലിനകത്ത് ഉണ്ടാവുക. P4 എന്ന് ഈ ഒരു പാനലിനെ പറയാനുള്ള കാരണം 2 LED തമ്മിലുള്ള ഗ്യാപ്പ് 4 mm ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് പാനലിൻ്റെ ബാക്ക് സൈഡ്. ഈ ഒരു പാനലിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FRC കേബിൾ കണക്ട് ചെയ്യാനുള്ള 2 പോർട്ടുകൾ കാണാം. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയുമാണ് FRC കേബിളിൻ്റെ പോർട്ടുകളുള്ളത്. ഇത് പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഈ ഒരു ആരോ മാർക്ക് കാണുന്നത് ഇത് മുകൾ വശമാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ആരോ മാർക്ക് അനുസരിച്ചിട്ടാണ് പാനൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ആരോ മാർക്ക് നോക്കിയിട്ടാണ് ഫ്രെയിമിൽ ഇത് സെറ്റ് ചെയ്യുക. ഈ ഒരു P4ൻ്റെ പാനൽ ഇതുപോലെയുള്ള 8 പാനൽസാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു 8 പാനൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആകെ ഈ ഒരു ഡിസ്പ്ലേയുടെ നീളം 4 അടിയും ഉയരം 1 അടിയുമാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോളറിൻ്റെ പേര് C16 എന്ന് പറയുന്നതാണ്. ഈ കൺട്രോളറിൻ്റെ 1-2 പോർട്ടിൽ നിന്ന് ഇവിടെ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു SMPS ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു SMPS ആണ് 230 വോൾട്ട് AC-യെ 5 വോൾട്ട് DC ആക്കി മാറ്റുന്നത്. ഈ ഒരു SMPSൽ നിന്ന് എല്ലാ പാനലിലേക്കും സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ SMPSൽ നിന്ന് സപ്ലൈ നമ്മളുടെ ഈ ഒരു ബോർഡിലേക്കും വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് മെമ്മറി ഉണ്ട്. വൈഫൈ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈ PC എന്ന് പറയുന്ന ഈ ഒരു സ്ലോട്ടിൽ കൊടുത്തിട്ടുള്ള നെറ്റ്വർക്ക് കേബിളിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഒരു കൺട്രോളർ ഈ പാനലിന് വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വൈഫൈ പോർട്ടിൽ നമുക്ക് ആൻറ്റിന കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ആൻറ്റിനയിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കണ്ടൻറ്റ് ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്കിതിനകത്ത് ടെക്സ്റ്റ്, വീഡിയോസ് ഒക്കെ തന്നെ ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ പാനൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഈ ഒരു ഫ്രെയിമിലേക്ക് സ്ക്രൂ ചെയ്ത ശേഷം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് FRC കേബിൾ കണക്ട് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് മേക്കിംഗ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് HD പ്ലെയർ എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡിസ്പ്ലേയുടെ സൈസും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ പ്രോഗ്രാം 1-നകത്ത് ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാം 2-നകത്ത് ടെക്സ്റ്റ്, പ്രോഗ്രാം 3-ക്കകത്ത് ഞാൻ കുറച്ച് വീഡിയോസും അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ സെറ്റിങ്സിനകത്താണ് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.